വയനാട് മുത്തങ്ങ സമരത്തിനിടയിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടു. സംശയാസ്പദമായി കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. വിവരങ്ങളുമായി വയനാട് കോടതിയുടെ മുന്നിൽ നിന്നും ശിവദാസ് കന്മനവും ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് അമ്പാടിയും ചേരുന്നു. ആദ്യം രഞ്ജിത്ത് അമ്പാടിയിലേക്ക്. രഞ്ജിത്ത് അമ്പാടി, നമ്മൾക്കറിയാം AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്ന വളരെ വിവാദപരമായ ഒരു സംഭവമായിരുന്നല്ലോ മുത്തങ്ങ വെടിവെപ്പ് കേസ്. അത് ഇത്രയും കാലത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അത് കോടതിയിൽ വന്നിരിക്കുന്നു. പക്ഷേ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 23 മുതൽ 57 വരെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കോടതി വിധി പുറത്തു വരുന്നുവല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു കോടതി വിധി തന്നെയാണ് വിനോദ് വന്നിരിക്കുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് നടന്ന മുത്തങ്ങ സമരത്തിനിടയിലുണ്ടായ പോലീസുകാരൻ വിനോദിൻ്റെ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിർണായകമായൊരു കോടതി വിധി വന്നിരിക്കുന്നത്. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 35 പ്രതിപ്പട്ടികയിലുള്ള 35 പേരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 23 മുതൽ 57 വരെയുള്ള പ്രതികളെ, ജീവിച്ചിരിക്കുന്ന പ്രതികളെ പൂർണ്ണമായും കുറ്റമുക്തരാക്കിയിരിക്കുന്നു. സംശയാതീതമായി ഇവർക്കെതിരെ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരെ കുറ്റമുക്തരാക്കിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഗീതാനന്ദൻ, നമുക്കറിയാം ആദിവാസി സമര നേതാവ് ഗീതാനന്ദൻ, ഈ കേസിൽ ഗീതാനന്ദനെ കുറ്റമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു വിധിയും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. മറ്റു പ്രതികൾക്കെതിരെ എന്ത് കുറ്റം ചുമത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമായ ആ വാർത്ത കൂടി നൽകാൻ കഴിയുന്നതാണ് വിനോദ്. എങ്കിലും ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ കേസിൽ നിരവധി 57 പ്രതികളെയാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ആ പ്രതികളെ പൂർണ്ണമായി ശിക്ഷിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. രഞ്ജിത്ത് അമ്പാടി, നമ്മൾക്കറിയാം 23 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് പറയാമോ? മുത്തങ്ങ വെടിവെപ്പിനുണ്ടായ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ഒരു സംഭവ ബഹുലമായ ഒരു വിഷയമാണല്ലോ അതിൽ കൂടി ഒന്ന് പോകാം രഞ്ജിത്ത് അമ്പാടി. തീർച്ചയായും ഒരു വനവാസി വിഭാഗത്തിന് ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ഐതിഹാസികമായൊരു സമരമായിരുന്നു മുത്തങ്ങ സമരം. മുത്തങ്ങയിലെ വനം വകുപ്പിൻ്റെ ഭൂമിയിൽ കുടിൽ കെട്ടി നടത്തിയ ഒരു സമരം. ആ സമരത്തെ നേരിടാൻ AK ആന്റണി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുന്നു. വൻ പോലീസ് സന്നാഹം അവിടേക്ക് എത്തുന്നു. അവിടെ കുടിൽ കെട്ടി സമരം നടത്തിയ, തങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം നടത്തിയ വനവാസി വിഭാഗത്തിലെ ആളുകളോട് അന്ന് പോലീസ് നടത്തിയത് വലിയൊരു നരനായാട്ട് തന്നെയാണ്. ഈ വിഭാഗത്തെ മുഴുവൻ, അവിടെ സമരം ചെയ്തവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമുണ്ടായി. ഇതിനിടയിൽ സംഘർഷം വ്യാപിച്ചു. അതിൽ ഒരു വനവാസി യുവാവായ ജോജി കൊല്ലപ്പെടുന്നു. തിരിച്ച് ഉള്ള ആക്രമണത്തിലാണ് പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെടുന്നത്. AK ആന്റണി സർക്കാരിന് തീരാ കളങ്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് മുത്തങ്ങ എന്നതിൽ യാതൊരു സംശയവുമില്ല. അന്ന് CK ജാനു, അതുപോലെ തന്നെ ഗീതാനന്ദൻ തുടങ്ങിയ ആളുകളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് ആ സമരത്തിൽപ്പെട്ടവർക്കെതിരെ നിരവധി വർഷങ്ങൾ കേസുകളും വേട്ടയാടലുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ 23 വർഷങ്ങൾക്ക് പിന്നാലെ ആ കേസിൽ സുപ്രധാനമായൊരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനവാസി മേഖലയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് നേരത്തെ രഞ്ജിത്ത് അമ്പാടി പറഞ്ഞതുപോലെ തന്നെ CK ജാനു, അതുപോലെ തന്നെ ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പോരാട്ടമായിരുന്നല്ലോ. പിന്നീട് അങ്ങോട്ട് ഈ വനവാസി മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ കേരള സമൂഹം തിരിച്ചറിയുകയായിരുന്നല്ലോ. അവിടെ മുതൽ വനവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി അവരുടെ ഓരോ ഊരുകളിലും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതടക്കം, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതടക്കം അവർക്ക് കിടപ്പാടമില്ല, ഭൂമിയില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാലമായിരുന്നല്ലോ ഇത്രയും നാൾ പിന്നീട് കടന്നു വന്നത് രഞ്ജിത്ത് അമ്പാടി. തീർച്ചയായിട്ടും ഒരു കേരളത്തിലെ വനവാസി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഭൂസമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു മുത്തങ്ങ സമരത്തിനിടെ പോലീസിന് വെടിവെപ്പുണ്ടാകുന്നു. ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നു, ഒരു വനവാസി യുവാവ് കൊല്ലപ്പെടുന്നു. അത് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഭൂസമരത്തിൻ്റെ ഒരു
സൂചികയായി നമുക്ക് കൃത്യമായി കണക്കാക്കാം. അതിലൂടെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് സി കെ ജാനു. സി കെ ജാനു പിന്നീട് പലതവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും പല മുന്നണികളുടെ ഭാഗമായി മാറുകയും ചെയ്തു. അതേസമയം തന്നെ ഗീതാനന്ദൻ എന്ന് പറയുന്ന ഒരു സമരസമിതി നേതാവ്, ആ സമരസമിതി നേതാവ് പല ഘട്ടങ്ങളിലും നിർണായകമായ പല നിലപാടുകളും എടുക്കുകയും ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചിലയിടങ്ങളിൽ അപ്രത്യക്ഷനാകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഇത്തരത്തിൽ വനവാസി ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ നേതാവാണ് ഗീതാനന്ദൻ. ഗീതാനന്ദന് ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ വിധി. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് പോലീസുകാരനായ വിനോദിൻ്റെ കൊലപാതകത്തിൽ ഗീതാനന്ദന് ഒരു പങ്കുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഗീതാനന്ദനെ പൂർണ്ണമായും കുറ്റമുക്തനാക്കിയിരിക്കുന്നു വയനാട് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 22 പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. 35 പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ 35 പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അതെ, കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുത്തങ്ങ വെടിവെപ്പ് കേസിൽ 35 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിധി നൽകിയിട്ടുള്ളത്. കോടതിയുടെ മുമ്പിൽ നിന്നും ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, 35 പ്രതികളെയും, പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ 35 പ്രതികളെയും വെറുതെ വിടുകയാണ്. ഒരാൾ മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരൻ. വെറുതെ വിട്ടവരിൽ പ്രധാനപ്പെട്ട നേതാവ് എം ഗീതാനന്ദനും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട കോടതിയുടെ പരാമർശങ്ങൾ എന്തെല്ലാമാണ് ശിവദാസ്? വിനോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 23 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഈ സംഭവത്തിൽ അതിനിർണായകമായ വിധിയാണ് ഇന്ന് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിലായിരുന്നു ഇന്ന് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാൾ മാത്രമാണ് അതിൽ കുറ്റക്കാരൻ. ആ കുറ്റക്കാരനായിട്ടുള്ള ആ വ്യക്തി നിലവിൽ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗീതാനന്ദൻ അടക്കമുള്ള എല്ലാവരെയും, മറ്റ് 35 പ്രതികളെയും, ബാക്കിയുള്ള 15 പേർ മരണപ്പെട്ടിരുന്നു. ഒരാൾ കിടപ്പ് രോഗിയാണ്. ഇവരടക്കം മറ്റ് 35 പേരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ കൊലപാതക കുറ്റമോ ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. കാരണം ഇവർ ബന്ദി ആക്കിയത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടല്ല, കൊലപാതകം നടത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടില്ല ബന്ദിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം മറ്റൊരു കേസിൽ, അതായത് അബ്ദുൾ സലാം എന്ന പോലീസുകാരന് പരിക്കേറ്റ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിൽ 4 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറ്റക്കാരായ 4 പേരിൽ ഒരാൾ ഗീതാനന്ദനും ഉണ്ട്. ഈ ഒരു കേസിൽ മാത്രമാണ് 4 പേർ കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഈ കേസിൽ ഈ വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ ഇതിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കോടതിയുടെ കണ്ടെത്തൽ. വിനോദ്, അതെ, ഇതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരാൾ മാത്രമാണ്. ആ ആൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉത്തരവിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്.